അനിമ പണ്ടേ കാറ്ററിങ്ങിന്റെ പരിപാടി ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. വലിയൊരു ഭാവി ഉണ്ടായേനെ. ഒരേ സൈസിൽ പറഞ്ഞ രണ്ടുപേരും നാത്തൂന്മാരാണ്. ആരെങ്കിലും പറയൂ നാത്തൂൻ സ്നേഹം എന്നൊക്കെ പറഞ്ഞത് ഇത് ഇങ്ങനെ കണ്ടുപിടിക്കണം. ഹലോ പറഞ്ഞേ, ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുഞ്ഞു പറഞ്ഞേ. ഓ നമ്മൾ ഇരിങ്ങാലോടെ എത്തിരിക്കുകയാണ്. നമുക്കിവിടെ ഷഷ്ടിയാണ്. അപ്പം ഷഷ്ടി പ്രമാണിച്ച് നമുക്ക് ഈ ചോയ് എവിടെയാണ്? ഹായ് പറഞ്ഞല്ലപ്പ. ഹായ് ഹലോ ഹായ്. ഓ മൈ ഗോഡ്. അനിമാസ് എന്താണ് പുതിയ നൈറ്റ് ആക്കിയിട്ട്? നമുക്കിപ്പം ഹോട്ടലിൽ നമുക്ക് ഫുഡിന്റെ ഓർഡർ ഉണ്ട്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് ആണ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം സഹായിച്ചു രാവിലെ തന്നെ എനിക്ക് തുമ്മൽ തുടങ്ങിയത്. അതാണ് എൻ്റെ കയ്യിൽ ടഫൻ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ ഷഷ്ടി പ്രമാണിച്ചുള്ള നമ്മുടെ ഹോട്ടലിലത്തെ അതന്നെ ഹോട്ടലിലേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യണ വിശേഷമാണ്. അപ്പൊ പരിപാടി തുടങ്ങിയാലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എനിക്ക് കഴിച്ചു പൊന്ന്. ആ ചോറാണോ കഴിച്ചേ? ആ കറി എന്നിട്ടാ കഴിച്ച പൊന്ന്? സാമ്പാർ. ഓ മൈ ഗോഡ്. ഇങ്ങോട്ട് പോണേ. അത് ചേട്ടാട് ചെപ്പാ. അത് ശീമമ്മ വാങ്ങിച്ചു കൊടുത്തത്. ചേട്ടയ്ക്ക് ഇടാൻ വേണ്ടിട്ട്. എല്ലൂന്ന് ചെരുപ്പ് വാങ്ങിച്ചാ? ചെരുപ്പ് വാങ്ങിച്ചോ പൊന്നിന്? കാലുമ ചെരുപ്പ് ഇട്ടുണ്ടല്ലേ. കുഞ്ചീന് നോക്കട്ടെ. പൂത്തല്ല, അത് വെള്ളായത് വാവേ. കുഞ്ഞിയുടെ മുടിയൊക്കെ നല്ല ഭംഗിയിൽ കെട്ടിയിട്ടുണ്ടല്ലോ. ആരും മുടി കെട്ടി തന്നെ? ഇമ്മിയാ ശുണ്ടൂരി ആയിണ്ടല്ലോ. നിറച്ച് പൊടിയാണ്. നമ്മളിവിടെ സാധനങ്ങളൊക്കെ ഇറക്കലും കരലൊക്കെ ആയിട്ട് അത്യാവശ്യം പൊടിയായിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പാത്രങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റാണ്. അനിമാസ് വീണ്ടും പണിയിലാണ്. ആന്റി ഹായ് പറ. ഇത് ഞങ്ങളുടെ മെയിൻ ഷെഫ്, ഞങ്ങളുടെ സ്വന്തം സിന്ധു ആന്റി. ഇവക്ക് അറിയോ ഇതൊക്കെ നോക്കാനായിട്ട് ആന്റി? അടിപൊളി. നമ്മുടെ ചിക്കനുള്ള സവാള ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ബീൻസ്, ക്യാരറ്റ്. ഒരു ഗസ്റ്റ് ഞാൻ വരുമ്പോഴത്തേക്കും അവിടെ സവാള മാറ്റാനുള്ള തയ്യാറെടുപ്പൊക്കെ. സവാള അരിഞ്ഞരിഞ്ഞ് കണ്ണിന് വെള്ളം ഇവിടെ ഭയങ്കര പോക. ഞാനിപ്പോ ഇവിടെ നിൽക്കുക. അപ്പൊ കം ടു ദ പോയിന്റ്. സവാള അരിഞ്ഞരിഞ്ഞിരിഞ്ഞ് എൻ്റെ കണ്ണിന് വെള്ളമൊക്കെ വന്ന് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോയി. ആ നേരം കൊണ്ട് ഇത് സവാള വഴറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളിപ്പോൾ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വഴറ്റണത്. വേറെ ഒന്നും ഇട്ടിട്ടില്ല. സവാള, മഞ്ഞപ്പൊടി, ഉപ്പ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാ. ഓക്കെ ഇട്ടോ കേട്ടോ. ഇതിപ്പോ എന്തോരം എടുത്തിട്ടുണ്ടായില്ലേ ഇഞ്ചി വെളുത്തുള്ളിക്ക്? രണ്ടും കൂട്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടിയിട്ട് 1/2 കിലോ. സവാള 6 കിലോ അല്ലേ? മുളക് എത്ര എണ്ണം? നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. വേപ്പില അങ്ങനെ നമ്മൾ വേപ്പില ഇട്ടു. ഇളക്കണല്ലേ. അനിമ പണ്ടേ കാറ്ററിങ്ങിന്റെ പരിപാടി ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. വലിയൊരു ഭാവി ഉണ്ടായേനെ.
പണി മാറില്ല മക്കളെ. എപ്പോഴും എല്ല് വരെ ഇല്ല ശരീരത്തില്. ക്ഷീണിച്ച എല്ല് വരെ ഇല്ലാന്ന് ശരീരത്തില്. എല്ലൊക്കെ എന്തിനാ വെയിറ്റ് കൂടാനാണ് ഈ എല്ലെന്ന് പറയുന്ന സാധനം. ശരിക്കും അതിന്റെ ഒരു ആവശ്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം. ഭംഗിക്ക് വേണ്ടിട്ടല്ല ഇളക്കണത്. എന്തിനു വേണ്ടിട്ടാ? പാചകം ചെയ്യാം. മാമ അത് പിടിച്ചളക്കേ കരിക്ക് സാധനം മാമനെ പിടില്ല. മുളക് പൊടിയില്ലേ? ഇത് നോർമൽ മുളക് പൊടിയല്ല ആന്റി. കാശ്മീരി ഇടോ? ഇടില്ല. മല്ലിപ്പൊടി. ഇത് നമ്മുടെ സിന്ദൂരം സ്പെഷ്യൽ മസാലപ്പൊടിയാണ്. അല്ല എന്റെ മസാലപ്പൊടി എന്നല്ലേ? ഗരം മസാല. ഓക്കെ, ലാസ്റ്റ് ഇടും. ഈ വെള്ളം ഒഴിക്കണം അല്ലേ? നമ്മുടെ ചിക്കനും ഇട്ട് സെറ്റ് ആക്കുന്നുണ്ട്. നീ നന്നായിട്ട് മിക്സ് ചെയ്യാല്ലേ? തക്കാളിയോ? വാഴലോണ്ട് മൂടി വയ്ക്കാം അല്ലേ? ഓ, അങ്ങനെ ഇറക്കി വെച്ചാൽ മതി. ഇങ്ങനെ വാഴലോണ്ട് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നല്ല തീയിൽ നിന്ന് കഴിഞ്ഞ സംഭവം എന്ത് സൂപ്പറായിട്ട് കിട്ടും. അപ്പം നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. സംഭവം പൊളിക്കും. നമ്മളെല്ലാം വാടി വരുമ്പോഴത്തേക്ക് തന്നെ നല്ല രസം ഉണ്ടായിരിക്കുക. മണം ഉണ്ടോ? അതിൻ്റെ നല്ല മണം. എൻ്റെ മൂക്ക് ചത്ത കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ 15 മിനിറ്റിൽ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തുറന്നത് കേട്ടോ. ഇനി ഉരുളക്കിഴങ്ങ് ഇടണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ്. വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്കിത് വേവിക്കാൻ വെക്കണം. വീണ്ടും മെല്ലയിട്ട് മൂടാൻ പോവുകയാണ്. ഓക്കെ, ഇനി ഒരു 5 മിനിറ്റും കൂടെ അല്ലേ? നമ്മൾ ഇതിലേക്ക് ഇട്ടേക്കുന്നത് കുറച്ച് ക്യാപ്സിക്കും പിന്നെ കുറച്ച് മല്ലിയില. ക്യാപ്സിക്കം ഒരെണ്ണാണോ ആൻറ്റി? അല്ല, 4 എണ്ണം. 4 എണ്ണല്ലേ? ഭയങ്കര കുഞ്ഞു കുഞ്ഞാക്കി എറിഞ്ഞത്. തേനമോൾ നല്ല ഭംഗിയുണ്ട് അമ്മയുടെ കോലം കാണാൻ. ഇവരെ ഒരു കരട് ഇതില് വീണു. അത് എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ആ കരടിനേക്കാളും വലിയ ഓട്ടയുള്ള സാധനം എടുത്ത് കൊണ്ടുവന്നേക്ക. പോയി കുഞ്ഞ് അരിപ്പെടുത്തിട്ട് വാച്ചല്ലേ. ചക്കിട്ടപ്പോ മൊയല് ചക്ക ചാവാന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അതാണ് റീന ഷോ കാണിക്കാൻ വേണ്ടി ഒരുത്തി വന്ന് നിക്കണത്. ഇത്ര നേരം ഈ പരിസരത്ത് വരാത്തോളൂ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നേക്കുന്നതാണ്. ഞാൻ പറഞ്ഞു കൊടുത്തേ. ആ ശരിയാ. എന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ എങ്ങനെ വെക്കാന്നുള്ളത് ആന്റിക്ക് നീ പറഞ്ഞു കൊടുത്തു അല്ലേ? എല്ലാം ഇട്ടുണ്ട്. നീ എന്തിനൊക്കെ പറഞ്ഞു? നീ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. നീ പറഞ്ഞ സാധനങ്ങള് ഞാൻ ആന്റീനെ മേമാന്ന് വിളിക്കും, മേമേനെ ആന്റീന്ന് വിളിക്കും. നിനക്ക് എന്നാ വിവരം ഉണ്ടായിട്ടുള്ളേ? മസാലപ്പൊടി അങ്ങനെ ഇട്ടുണ്ട് കേട്ടോ. ഇനി പറഞ്ഞത് ചെയ്തില്ല എന്നുള്ളൊരു ചീത്തപ്പേര് വേണ്ട. മസാലപ്പൊടി ഇടണേൽ നമ്മൾ ഒരു പിസ്കോ കാണിച്ചിട്ടില്ല. അത് കഴിയും. നമ്മുടെ എല്ലാ കറികളും സെറ്റായില്ലേ? ചോറ് മാത്രം. അത് റെഡി. എപ്പോഴാ കൊണ്ടു കൊടുക്കണ്ടേ? 5:15 വണ്ടി വന്നോളാം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും റെഡിയാവും നിങ്ങള്? യെസ്, ഓഫ് കോഴ്സ്. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മൊത്തം 100 പേർക്കുള്ളതല്ലേ ആൻറ്റി? ചോറ് 100 പേർക്കുള്ള ചോറും ചിക്കൻ കറി, സാമ്പാർ, പിന്നെ തോരൻ,
പപ്പടം അല്ലേ, ഇത്രേ ഉള്ളൂ. പ്രാവശ്യം ഈ വഴിക്കൂടെ പോയിട്ടും ഞാൻ ഈ മാങ്ങകളി ഒന്നും കണ്ടില്ല, ഇപ്പോഴാണ് ഒക്കെ കാണുന്നത്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ മാവ് പൂത്തേ മാങ്ങകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പഴുത്ത് കഴിഞ്ഞ് സൂപ്പറായിരിക്കും. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, അമ്മയുടെ മിക്കവാറും ചെയ്തേക്കും. വാഴല പൊട്ടിക്കാനായിട്ട് എന്നോട് ചെരുപ്പിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഈ കഥയും പറഞ്ഞ് വന്നപ്പോഴത്തേക്കും വൈകിപ്പോയി ഗൈസ്. അവരവിടെ വാഴല പൊട്ടിക്കാൻ പോയി. വാഴലും പൊട്ടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യകത ഇല്ല, വെറുതെ പൊറ്റി ചീത്താക്കണ്ടല്ലോ. ഒരേ സൈസിൽ പറഞ്ഞ 2 പേരും നാത്തൂന്മാരാണ്. ആരെങ്കിലും പറയൂ, നാത്തൂൻ സ്നേഹം എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ കണ്ടുപിടിക്കണം. ഇവിടെ കറികളെല്ലാം റെഡിയായി, ചോറും റെഡിയായി. കയറില്ല കണ്ടോടി കണ്ടോടി. എടാ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? എങ്ങനെ ഉണ്ടായിരുന്നു? പറ, സീരിയസ് ആയിട്ട് പറ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. എന്താണ് അവസ്ഥ? ഫുഡിന് എന്തോറുണ്ട് ബാക്കി? എല്ലാവരും കുറേശ്ശെ കഴിച്ചിട്ടുള്ളൂ. സാമ്പാർ, കോഴിക്കറി, നമ്മൾ ഈ ചെറുപ്പം തൊട്ടേ ഷഷ്ടിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഇതാ ഈ രൂപങ്ങൾ കാണാനാണ് കേട്ടോ. എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അവർ ആ ഒരു ഡാൻസൊക്കെ ഇങ്ങനെ തലയായിട്ട് ഭയങ്കര രസമായിട്ട് അവരിങ്ങനെ കളിക്കും. പക്ഷേ അന്നൊന്നും ഞാൻ അത്ര ഗാഢമായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാനിപ്പം അവർ ആ മേക്കപ്പ് ഇട്ടിരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവരോട് നമുക്ക് എത്ര ചിലവാകും, ചിലവല്ല, അവർക്കത് എത്ര കിട്ടും എന്നുള്ളത് ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചോദിച്ചപ്പം സംഭവം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ അവരോട് തുറന്നു പറഞ്ഞു, ചേട്ടാ നിങ്ങൾ ഈ ഒരു തുക വാങ്ങിച്ചാൽ പോരെ, കാരണം നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്, കുറേ നേരം ഒരു മേക്കപ്പ് ചെയ്ത്. ഇനി ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മൾ കുറച്ച് ദൂരം നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ വെറുതെ നടക്കുമ്പോൾ തന്നെ നമുക്ക് കാലുവേദന കൂടുതലായിരിക്കും. അപ്പോൾ ഇവരുടെ അവസ്ഥ ചോദിക്കി ഈ മേക്കപ്പൊക്കെ ചെയ്ത് ഈ സംഭവം ബാക്കിൽ അതിനെ എന്താ പറയണമെന്ന് എനിക്കറിയില്ല, ആ സംഭവമൊക്കെ വെച്ച് ഇതിങ്ങനെ ഇവർ നടക്കുക, എത്ര ദൂരം നടക്കണം, നല്ല പാടാണ്. ഞാൻ അവരോട് ശരിക്കും പറഞ്ഞു, ചേട്ടാ ചോദിച്ചു വാങ്ങിച്ചോളൂ, കാരണം നിങ്ങൾ അത്രയ്ക്ക് നിങ്ങൾ എഫേർട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട്. എത്ര രസമൊക്കെ ഇപ്പം ആ ചേട്ടൻ ഞങ്ങൾ പറഞ്ഞപ്പം ഞങ്ങൾക്ക് വേണ്ടി ഡാൻസ് കളിച്ച് കാണിച്ചു തന്നാട്ടോ. എനിക്കത് കണ്ട് ശരിക്കും സങ്കടം വന്നു, സന്തോഷം വന്നു. സന്തോഷം നമ്മൾ കണ്ടതിൻ്റെ സന്തോഷം, സങ്കടം ശരിക്കും അവരുടെ ഒരു പണി നല്ല പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ, ഇതുപോലെ കലാകാരന്മാർക്ക് പൈസ കൊടുക്കുമ്പോൾ പ്ലീസ് നിങ്ങൾ പിശുക്ക് കാണിക്കരുതേ. പെട്ടി പ്രമാണം എടുത്ത് നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവാം.